പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഗ്യാസിന്റെ അഭാവത്തിൽ ഇപ്പോൾ ഫേമസ് ആയി വരുന്നതാണ് ഓയിലടുപ്പ്. ഞാൻ ഉണ്ടാക്കിയിരുന്ന ഒരെണ്ണം ഞാൻ ഉണ്ടാക്കി വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് വലിയൊരു അപകടം പതിയിരിക്കുന്നുണ്ട്. നമ്മുടെ ജീവൻ തന്നെ ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കാം. അതൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും ആ അടുപ്പിന്റെ മേന്മയെ പറയുന്നുള്ളൂ. അതായത് അടുപ്പ് തുള്ളി തുള്ളിയായി അതിനകത്ത് ഓയിലെത്തും. അത് കത്തിക്കഴിഞ്ഞാൽ ഗ്യാസ് പോലെ തന്നെ, ഒരുപക്ഷെ ഗ്യാസിനേക്കാൾ വേഗത്തിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഒക്കെ ടൈം എടുക്കുന്ന, അരമണിക്കൂറൊക്കെ എടുക്കുന്ന ചോറ് വയ്ക്കുന്നുണ്ട്. 3/4 മണിക്കൂർ എടുത്ത് ചോറ് വെക്കേണ്ട കേസുകളൊക്കെ 15 മിനിറ്റ് കൊണ്ട് അതിൽ വെന്ത് റെഡിയാകുന്നുണ്ട്. പക്ഷേ വലിയൊരു അപകടമുള്ളത്, ഇത് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ബർണർ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എടുത്തു വെക്കുന്ന പാത്രത്തിന്റെ പുറത്ത് വെള്ളം ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു തുള്ളി വെള്ളമെങ്കിലും ആ പാത്രത്തിന്റെ പുറത്തൂടെ ഒഴുകി ആ ബർണറിനുള്ളിൽ വീഴുകയാണെന്നുണ്ടെങ്കിൽ തീ ആളിക്കത്തി വലിയൊരു തീജ്വാല ഉണ്ടാകും. ആ പാത്രത്തിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് നമ്മൾ അതിൽ ചാരി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വസ്ത്രത്തിലൊക്കെ തീ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അത്രത്തോളം വലിയ തീയാണ് ഉണ്ടാകുന്നത്, ചെറിയ തീയായിട്ട് കാണരുത്. അതായത് നല്ല രീതിയിൽ നമ്മൾ ബ്ലോവർ കൊണ്ട് കാറ്റ് കൊടുത്ത് ആ ബർണറിനുള്ളിൽ, ചെറിയൊരു പൈപ്പിന്റെ ഉള്ളിലാണ് ഇത് കത്തുന്നത്, ആ കത്തുന്നതിന്റെ ഉള്ളിലേക്ക് വെള്ളം വീണാൽ ഇനി അരി തിളച്ച്, അതായത് അരി തിളച്ച ശേഷം ആ മൂടിന്റെ പുറത്തൂടെ വെള്ളം ഇങ്ങനെ വീഴും. മനസ്സിലായില്ലേ? പാലിന്റെ അടുപ്പത്ത് വെച്ചാൽ അത് ചിന്തി വീഴും. ഇതൊക്കെ ആ പാത്രത്തെ കവർ ചെയ്തുകൊണ്ട് ഇതിനകത്ത് വീണ് കഴിഞ്ഞാൽ രണ്ട് പ്രശ്നം ഉണ്ടാകുന്നത്. ഒന്ന്, വലിയ തീ ഉണ്ടാവും. തീ എന്ന് പറഞ്ഞ് സങ്കല്പിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തെ തീ ഉണ്ടാകും. അത് വലിയ അപകടമാണ്. ആ വെള്ളം കഴിഞ്ഞ് തീരുന്നവരെ ഒരു ഒച്ചയോടുകൂടി തീ ഉണ്ടാകും. പിന്നെ ആ പാത്രം മുഴുവൻ കരിഞ്ഞ് ഒരു കരി പോലെ ആകുകയും ചെയ്യും. പിന്നെ അതിനെല്ലാം പുറമെ നമ്മൾ ഈ ഓലക്കൊടിയൊക്കെ കത്തിച്ചിട്ട് ചായ ഉണ്ടാക്കുമ്പോൾ ആ ഓലക്കൊടിന്റെ ഒരു ടേസ്റ്റ് വരില്ലേ കട്ടൻ ചായയിൽ എന്നതുപോലെ, ആ സമയത്ത് ഈ പുക മുഴുവൻ ഈ കുടുക്കകത്തേക്ക്, കലത്തിനകത്തേക്കോ അല്ലെങ്കിൽ പാത്രത്തിന്റെ ഉള്ളിലേക്കോ ഒക്കെ വന്നിട്ട് ആ കരിയോയിലിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ആ സമയം കിട്ടും. ഇതിന് ഉപയോഗിക്കാൻ കഴിയില്ല. അതായത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം. ഇനി ഗ്യാസ് ഇല്ല, ഈ ഇത് പാകം ചെയ്യേണ്ട സമയത്ത് എന്താ ചെയ്യണമെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഞങ്ങൾ വീട്ടിൽ ചെയ്യുന്നത്, സാധാരണ ചോറ് വെക്കുന്ന കുടുക്കന്റെ ഡബിൾ വലിപ്പമുള്ള ഒരു കുടുക്കമാണ്, ഒരു കലമാണ്. കുടുക്കാന്ന് ഉദ്ദേശിച്ച കലമാണ് കേട്ടോ. അലൂമിനിയം കലം, അല്ലെങ്കിൽ മൺകലം, ഏത് കലമായാലും ഒരു കലം വാങ്ങി, എന്നിട്ട് അതിന്റെ പകുതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തു. അപ്പോൾ വെള്ളം ചോറ് തിളച്ചു കഴിഞ്ഞാലും പൊങ്ങി വരുന്നതിനൊരു പരിധിയുണ്ട്. ആ മൂടിയൊന്ന് നീക്കി വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് വെള്ളം ചിതിപ്പി പോകില്ല. അതായത് ഡബിൾ വലിപ്പമുള്ള കലം ഉപയോഗിക്കുക. ഒരു കാരണവശാലും നമ്മൾ ഏത് സാധനം എന്താ വെച്ചിട്ടാണെന്ന് മാറിപ്പോരുത്. അത് തിളച്ച് വെള്ളം ചിതുമ്പി ഈ അടുപ്പിനകത്ത് വീഴാത്ത ഒരു സാഹചര്യം നമ്മൾ എപ്പോഴും നോക്കണം. അതുപോലെ കലം കഴുകിയെടുത്ത് വെക്കുന്ന സമയത്ത്, അവിടെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എടുത്ത് വെക്കുന്ന സമയത്ത് വെള്ളം ഉണ്ടെങ്കിൽ കൈയെടുത്ത് വെക്കുമ്പോൾ തന്നെയാണ് ഈ തീയാളി കത്തുക. കാരണം ആ കലത്തിൽ നിന്ന് ആ പുറത്തുള്ള വെള്ളം ഇതിലേക്ക് വീഴുമ്പോൾ അപ്പോഴേ ആളിക്കത്ത് നമ്മുടെ 2 കൈയും പൊള്ളും. അതുകൊണ്ട് കലം എടുത്ത് വെക്കുന്ന സമയത്ത് ആ കലത്തിന്റെ പുറത്ത് വെള്ളമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് എടുത്ത് വെക്കാവൂ. അതിനുള്ളിലേക്ക് വെള്ളം വീഴരുത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1-2 തവണ വീട്ടിൽ ആളിക്കത്തി. അപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായത്. ഇതൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ, വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ, തൽക്കാലത്തേക്ക്, സ്ഥിരമായിട്ടാണെന്ന് എനിക്ക് പറയില്ല. പിന്നെ രണ്ടാമത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇത് അണഞ്ഞു കഴിയുമ്പോൾ, കത്തിക്കുമ്പോൾ ഓക്കെ, ഓയിൽ അങ്ങോട്ട് ചെല്ലുന്നു, നമ്മൾ തുണി കത്തിച്ചിടുന്നു, ഓയിൽ കത്തുന്നു, നല്ല ജ്വാലയിൽ വേകുന്നു. ആ സമയത്ത് കുഴപ്പമൊന്നുമില്ല, എല്ലാം കത്തിപ്പോകുന്നുണ്ട്, നമുക്ക് മറ്റു അപകടമൊന്നും ഉണ്ടാകാനില്ല. പക്ഷെ അതിനുശേഷം ഇത് അണയുന്ന ഒരു സമയമുണ്ട്. അതായത് തീ നമ്മൾ അണയ്ക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ ശക്തമായ പുക വരും, ഈ ഓയിൽ കത്തുന്ന ഒരു മണം. ആ ഒരു മണത്തെ നമ്മൾ, ആ പുകയും മറ്റു കാര്യങ്ങളും ശ്വസിക്കരുത്. അത് ശ്വസിച്ചു കഴിഞ്ഞാൽ അത് ഏതൊക്കെ തരത്തിലാണ്, എങ്ങനെയൊക്കെയാണെന്ന് വരുന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു അപകടമായിരിക്കും. പെട്രോളിയം അതുമായിട്ട് ബന്ധം, പ്ലാസ്റ്റിക് കത്തിക്കുന്ന പോലെയാണല്ലോ. അപ്പൊ അതുപോലെ കത്തിക്കുന്ന ആ പുകയും മറ്റു കാര്യങ്ങളും, ആ ഓയിൽ ഇങ്ങനെ പുകഞ്ഞു വരുന്നതൊക്കെ നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അവസ്ഥ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതും ഒന്ന് ശ്രദ്ധിക്കുക. ഏതായാലും തീ കത്തുന്നത് ഒരു വലിയ അപകടമാണ്. കലം എടുത്ത് വെക്കുമ്പോൾ തന്നെ ആ കലത്തിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ട് പുറത്ത് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് നമുക്ക് ആളിപ്പിടിക്കാൻ, അതിനുള്ളിലേക്ക് തുള്ളിയിട്ടി കഴിഞ്ഞാൽ ഈ ആളിപ്പിടിക്കാനും നമ്മുടെ കൈ പൊള്ളാനും ഒരുപക്ഷെ നമ്മുടെ വസ്ത്രത്തിൽ തീ പിടിക്കാനും ഒക്കെ സാധ്യതയുള്ളത് കൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യാം. Different angles. Don't forget to subscribe and support this channel.